നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച സംഭവം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർകോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KS ഗോപാലകൃഷ്ണൻ വിടവാങ്ങി. നഷ്ടമായത് കാസർഗോഡിന്റെ ഹൃദയമറിഞ്ഞ സാംസ്കാരിക പ്രവർത്തകന്. വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ട്രാവൽ അസോസിയേഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ V ദിനേശ് മരണപ്പെട്ടു. പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. രക്തഗ്രൂപ്പിന്റെ കാര്യത്തിലും രക്തദാനത്തിലും B പോസിറ്റീവ്. 35ാമത് രക്തദാനവും മുടക്കാതെ G വിനീഷ്. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യത്തോടെയുള്ള ലാബ് പ്രവർത്തനം തുടങ്ങി. VK ഭാവ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്കെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ കമന്റിട്ട വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പവിത്രനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ നഴ്സ് രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന ഒരു ഔദ്യോഗിക യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ പവിത്രനെ കസ്റ്റഡിയിലെടുത്ത് ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. NSS ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. പവി അനന്താശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. ജാതി അധിക്ഷേപത്തിനു പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പരാമർശം. പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ റവന്യൂ മന്ത്രി K രാജന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ ജനപ്രതിനിധികൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയയാളാണ് പവിത്രൻ. നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും നടപടികൾക്ക് വിധേയനായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തിയുണ്ടാക്കുന്ന പ്രവൃത്തികൾ ആവർത്തിച്ചു വരുന്നതിനാൽ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KS ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സ്കിന്നേഴ്സ് കാസർഗോഡിൻ്റെ മുൻനിര പ്രവർത്തകനും വിവിധ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ കാസർഗോഡിൻ്റെ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായിരുന്നു. കുറച്ച് നാളുകളായി അസുഖത്തെ തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കാസർകോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂളിയടക്കം അണിഞ്ഞിയിലെ KS ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. സ്കിന്നേഴ്സ് കാസർഗോഡിന്റെ മുൻനിര പ്രവർത്തകനും വിവിധ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ കാസർഗോഡിന്റെ മനസ്സറിഞ്ഞ പത്രപ്രവർത്തകനായിരുന്നു. വിവിധ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു ഇദ്ദേഹം കാഴ്ചവെച്ചത്. ഏറെക്കാലം ദേശാഭിമാനി കാസർഗോഡ് ഏരിയ ലേഖകനായിരുന്നു. ഉത്തരദേശം, ലേറ്റസ്റ്റ് തുടങ്ങിയ വിവിധ പത്രങ്ങളിലും പ്രവർത്തിച്ചു. DYFI മുഖമാസിക യുവധാരയുടെ തുടക്കകാലത്ത് പത്രാധിപ സമിതിയുടെ അംഗമായിരുന്നു. വിവിധ ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ശ്രദ്ധേയമായ വാർത്താ പരമ്പരകൾ ചെയ്തു. കാസർകോട്ടെ സ്പിരിറ്റ് മാഫിയക്കെതിരെ വാർത്തകൾ ചെയ്തതിന്റെ പേരിൽ നിരവധി തവണ അക്രമത്തിനിരയായി. കേരള സ്റ്റുഡന്റ് ഫെഡറേഷനിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ KS ഗോപാലകൃഷ്ണൻ SFI കാസർഗോഡ് ഏരിയ സെക്രട്ടറി, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കുറച്ച് നാളുകളായി അസുഖത്തെ തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. ഏതാനും ദിവസമായി അസുഖം മൂർച്ഛിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തിച്ചിരുന്നു. പരേതരായ ശിവരാമൻ നായരുടെയും തങ്കമ്മയുടെയും മകനാണ്. ഭാര്യ A ശ്യാമള. സിനിമാ നാടക പ്രവർത്തകനായ GS അനന്തകൃഷ്ണൻ, അഭിഷേക് കൃഷ്ണൻ എന്നിവർ മക്കളാണ്. രാജമ്മ, സരസമ്മ എന്നിവർ സഹോദരങ്ങളാണ്. മൃതദേഹം കോളിയടക്കത്തെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-നും 11-നും ഇടയിൽ വീട്ടുവളപ്പിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് വൈദ്യുതി ലൈനിൽ തട്ടി കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ നിന്നും മേൽപ്പറമ്പ് ദേളി വഴിയുള്ള റോഡിലെ കൂവത്തൊട്ടിയിലാണ് സംഭവം. അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് ഇവിടെ നിന്നും ഒഴിവായത്. തീപിടുത്തത്തിൽ 10 റെഫ്രിജറേറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പൂനെയിൽ നിന്നും കോഴിക്കോട്ടേക്ക് റെഫ്രിജറേറ്ററുകളുമായി പോവുകയായിരുന്ന ലോറിക്കാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ നിന്നും മേൽപ്പറമ്പ് ദേളി വഴിയുള്ള റോഡിലെ കൂവത്തൊട്ടിയിൽ വെച്ച് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:20ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ലോറിയുടെ മുകൾ ഭാഗം വൈദ്യുതി ലൈനിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ആയതാണ് തീപിടുത്തത്തിന് കാരണമായത്. തുടർന്ന് തീ ലോറിയുടെ കണ്ടെയ്നറിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുകയായിരുന്നു. കണ്ടെയ്നറിനുള്ളിലുണ്ടായിരുന്ന നിരവധി റെഫ്രിജറേറ്ററുകളിലേക്കും തീ ആളിപ്പടർന്ന് സ്ഥിതി ഗുരുതരമായി. വിവരമറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സണ്ണി ഇമ്മാനുവലിന്റെയും നേതൃത്വത്തിലുള്ള 2 യൂണിറ്റ് സേനാംഗങ്ങൾ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്കെത്തി. തുടർന്ന് KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം സേനാംഗങ്ങൾ ഷിയസ് ഉപയോഗിച്ച് കണ്ടെയ്നറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കി. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള നിരവധി റെഫ്രിജറേറ്ററുകളായിരുന്നു കണ്ടെയ്നറിനകത്തുണ്ടായിരുന്നത്. ഇവയെല്ലാം അഗ്നിരക്ഷാ സേന സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ 10 റെഫ്രിജറേറ്ററുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ബാക്കി വിലപിടിപ്പുള്ള റെഫ്രിജറേറ്ററുകളും വാഹനവും അഗ്നിരക്ഷാ സേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കാൻ സാധിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ KR അജേഷ്, ഷൈജു T, അമൽരാജ്, അഖിൽ അശോകൻ, JA അബസൻ, സാദിഖ്, വൈശാഖ് എന്നീ സേനാംഗങ്ങളും ഹോംഗാർഡുമാരായ TV പ്രവീൺ, സുമേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അത്യധികം ദുഃഖം രേഖപ്പെടുത്തി. അഹമ്മദാബാദിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രാഷ് അനേക ജീവിതങ്ങൾ, അനേക സ്വപ്നങ്ങളാണ് അവിടെ പൊലിഞ്ഞു പോയത്. നമ്മൾ വാർത്തകളിൽ വായിക്കുമ്പോഴും ഹൃദയഭേദകമായ വാർത്തകളാണ് ഇന്നലത്തെ ആ ഫ്ലൈറ്റ് ക്രാഷിലൂടെ സംഭവിച്ചത്. അനേക പ്രിയ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ അത്താണികൾ നഷ്ടപ്പെട്ട ആ വേദനയിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷൻ അംഗങ്ങളായ നമ്മൾ ആ കുടുംബങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനയിൽ നമ്മൾ ഈ ഒരു സന്ദർഭം പങ്കാളികളാവുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് മനാഫ് നുള്ളിപ്പാടി, ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായ അബ്ദുള്ള മൗലവി ട്രാവൽ, സുനിൽ അൽഹിന്ദ്, റഹ്മാൻ UAE, അബുജറ്റ്, നാസിർ പട്ടേൽ, ആസിഫ് ഗ്ലോബൽ, ജാഫർ റോയൽ, നസീർ റവാൻ, ഇബ്രാഹിം അൽ ബദർ, ഷംസു അജാസ്, ഷംസു അക്ബർ, നജീബ് ഷെരീഫ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കാസർഗോഡ് മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ V. ദിനേശ് മരണപ്പെട്ടു. 56 വയസ്സായിരുന്നു. മഞ്ചേശ്വരം വാമഞ്ചൂർ സ്വദേശിയാണ്. കഴിഞ്ഞ മാസം 31-ന് 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായത്. ഒരാഴ്ചയിലധികമായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. എലിപ്പനിയാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രക്തഗ്രൂപ്പിന്റെ കാര്യത്തിലും രക്തദാനത്തിലും B പോസിറ്റീവായ G. വിനീഷ് 35ാമത് രക്തദാനവും മുടക്കിയില്ല. കൗമാരത്തിൽ അമ്മയ്ക്കായി രക്തം തേടി അലയേണ്ടി വന്നപ്പോൾ അപരിചിതനായ ഒരാൾ രക്തം നൽകി ജീവൻ രക്ഷിച്ച നന്മയാണ് വിനീഷിനെ ഇന്നും രക്തദാനത്തിന് സുസജ്ജമാക്കുന്നത്. രക്തദാനം മഹാദാനം എന്ന ആശയത്തെ നെഞ്ചോട് ചേർത്ത് രക്തം തേടി അലയുന്നവർക്കായി രക്തം നൽകാനും കണ്ടെത്തിക്കൊടുക്കുവാനും ബേഡെടുക്ക മുന്നാട് സ്വദേശി G. വിനീഷ് സജീവമായുണ്ട്. കൗമാരത്തിൽ കാസർഗോഡ് ആശുപത്രിയിൽ അമ്മയ്ക്ക് ശസ്ത്രക്രിയ നടത്താൻ രക്തം തേടി അലയേണ്ടി വന്നപ്പോൾ തീർത്തും അപരിചിതനായ ഒരാൾ രക്തം നൽകി ജീവൻ രക്ഷിച്ച നന്മയാണ് പിന്നീട് വിനീഷിനെ സ്ഥിരം രക്തദാതാവാക്കിയത്. അന്ന് തനിക്കും കുടുംബത്തിനുമുണ്ടായ ബുദ്ധിമുട്ടും സങ്കടവും ഇനി മറ്റാർക്കും ഉണ്ടാകരുത് എന്ന ആഗ്രഹം ഇന്നും രക്തദാനത്തിലൂടെ വിനീഷ് സഫലമാക്കുന്നു.
2009 മുന്നാട് പീപ്പിൾസ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കോളേജിൽ നടത്തിയ രക്തദാന ക്യാമ്പിലാണ് ആദ്യം രക്തം നൽകിയത്. തുടർന്ന് മംഗളൂരു, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലായി നിരവധി തവണ വിനീഷ് രക്തദാനം ചെയ്തു. ഇതിനിടെ കുവൈറ്റ് സഞ്ചരിച്ചപ്പോൾ അവിടെയും രക്തദാനം ചെയ്തിട്ടുണ്ട്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ബ്ലഡ് ഡോണേഴ്സ് കേരളയിൽ 2016 അംഗത്വമെടുത്ത് തുടർന്നങ്ങോട്ട് 3 മാസത്തിലൊരിക്കൽ മുടങ്ങാതെ രക്തം നൽകുന്നുണ്ട്. ജൂൺ 6 കാസർഗോഡ് ബ്ലഡ് ബാങ്കിൽ നൽകിയതാണ് 35ാം തവണത്തേത്. വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ആവശ്യക്കാർക്ക് രക്തദാതാവിനെ കണ്ടെത്തി നൽകുന്നതിനും വിനീഷ് സുസജ്ജമാണ്. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ വിനീഷ് നാട്ടിൽ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള അരിച്ചപ്പ് വാട്സാപ്പ് കൂട്ടായ്മയിലും സജീവ അംഗമാണ്. കഴിഞ്ഞ വർഷങ്ങളായി സന്നദ്ധ രക്തദാനത്തിൽ പ്രവർത്തിക്കുകയാണ്. 35 തവണയോളം രക്തദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. 2009 മുന്നാട് പീപ്പിൾസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി രക്തദാനത്തിലേക്ക് വന്നത്. അതിനുശേഷം തുടർന്നിങ്ങോട്ട് പറ്റാവുന്ന സമയത്തൊക്കെ രക്തദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ, അതുപോലെ മംഗലാപുരത്ത്, അതുപോലെ ഇന്ത്യക്ക് പുറത്ത് കുവൈത്തിലും രക്തദാനം ചെയ്യാൻ സാധിച്ച ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം നമ്മൾ മാറ്റിവെക്കുന്ന വളരെ കുറച്ച് സമയമാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് പേരുടെ സന്തോഷം കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇതിൽ കിട്ടുന്ന ഒരു വലിയൊരു കാര്യം. 2021-22 വർഷങ്ങളിൽ കൂടുതൽ രക്തദാനം നടത്തിയതിന് കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്ക് വിനീഷിനെ അനുമോദിച്ചിരുന്നു. മുന്നാട് പുലരി സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായ വിനീഷ് പരേതനായ ടി ഗോപാലൻ്റെയും എം സരോജിനിയുടെയും മകനാണ്. ഭാര്യ അമൃത അനിൽ, മകൻ വിഹാൻ എ വിനീഷ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജൂൺ 14 ലോക രക്തദാന ദിനമാണ്. ഈ ദിനത്തിൽ തൃക്കരിപ്പൂരിലെ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ നീരിടിൽ മനോജ് കുമാറും ഭാര്യ എം നിഷയും മക്കളായ രാഹുലും രോഹിത്തും രക്തദാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മുടങ്ങാതെ എല്ലാ 3 മാസം കൂടുമ്പോഴും ഇവർ രക്തദാന ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തി രക്തം നൽകും. മനോജ് കുമാറിൻ്റെ കുടുംബത്തിൽ ഓണവും വിഷുവും പോലെ തന്നെ നടക്കുന്ന മറ്റൊരു വിശേഷമാണ് രക്തദാനം. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് 53 പിന്നിട്ട എൻ മനോജ് കുമാറിൻ്റെ രക്തദാനം. കൃത്യമായി 3 മാസത്തെ ഇടവേളകളിൽ ഇത് നടക്കുന്നു. ഭാര്യ എം നിഷയും ഭർത്താവിൻ്റെ ജീവൻ രക്ഷാ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ അധികം താമസമുണ്ടായില്ല. നിഷ ഇതുവരെ 6 തവണ രക്തം നൽകി. മക്കളായ രാഹുലും രോഹിത്തും അച്ഛൻ്റെ പാത പിന്തുടരുന്നവരാണ്. 15ഉം 13ഉം തവണ ഇതിനകം രക്തദാനം നടത്തി. രക്തഗ്രൂപ്പിൻ്റെ കാര്യത്തിലും ഈ കുടുംബം ഒറ്റക്കെട്ട് തന്നെ. എ നെഗറ്റീവ് എന്ന അപൂർവ രക്തഗ്രൂപ്പിൻ്റെ ഉടമകളാണ് ഇവരെന്ന പ്രത്യേകതയുമുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മനോജും നിഷയും ചേർന്ന് നടത്തുന്ന രാരോ ചായക്കട. 2 മക്കളുടെ പേരിലെ ആദ്യാക്ഷരം കൊണ്ടാണ് ചായക്കടയ്ക്ക് പേരിട്ടത്. അപകടങ്ങളിൽപ്പെട്ടവരും പ്രസവവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഘട്ടങ്ങളിലും മനോജ് ഓടിച്ചെല്ലാത്ത ആശുപത്രികൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ ഇല്ലെന്ന് തന്നെ പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മംഗളൂരുവിലെ ആശുപത്രികളിലും ജീവൻ രക്ഷയുമായി പലപ്പോഴായി മനോജും കുടുംബവും ഓടിച്ചെന്നിട്ടുണ്ട്. ബ്ലഡ് ഡോണേഴ്സ് കേരള നടത്തുന്ന രക്തദാന ക്യാമ്പുകളിലാണ് കൃത്യമായ ഇടവേളകളിൽ രക്തദാനം നടത്തുന്നത്. മറ്റ് ഗ്രൂപ്പ് രക്തം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാലും മനോജ് ആളുകളെ തേടിപ്പിടിച്ച് എത്തിക്കുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് രക്തം നൽകിയ ഒരു വീട്ടമ്മയുടെ കൊച്ചുമകന് അടുത്തിടെ രക്തം നൽകാൻ സാധിച്ചത് മറക്കാൻ പറ്റാത്ത അനുഭവമായി മനോജ് ഓർത്തെടുക്കുന്നു. ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലാണ് മൂത്ത മകൻ രാഹുൽ ജോലി ചെയ്യുന്നത്. രണ്ടാമൻ രോഹിത് അധ്യാപക പരിശീലനം പൂർത്തിയാക്കി ജോലിക്കുള്ള കാത്തിരിപ്പിലാണ്. ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന രക്തദാന സംഘടനയുടെ മികച്ച സംഘാടകനാണ് നിരീടിൽ മനോജ് കുമാർ. BDK കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഭാര്യ നിഷ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഹെയർ ഡൊണേഷൻ വിഭാഗത്തിന്റെ ജില്ലാ കോർഡിനേറ്ററുമാണ്. മക്കൾ 2 പേരും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും. ഏകദേശം 114 തവണ രക്തദാനം നിർവഹിച്ചു കഴിഞ്ഞു. ഭാര്യ നിഷ ഏകദേശം 6 പ്രാവശ്യം രക്തദാനം കൊടുത്തു കഴിഞ്ഞു. പിന്നെ മൂത്ത മകൻ രാഹുൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ വർക്ക് ചെയ്യുന്നു. ഓനിപ്പം 15 തവണ രക്തദാനം. അതുപോലെ ഇളയ മകൻ CTC ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. ഓനിപ്പോൾ 13 തവണ രക്തദാനം നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തഗ്രൂപ്പ് എല്ലാവരും ഒരേ ഇതാണ്. റയർ ഗ്രൂപ്പായ A നെഗറ്റീവാണ് നമ്മുടെ രക്ത ഗ്രൂപ്പ്. അപ്പം നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളതിൽ രക്തദാനം നടത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം. അതുതന്നെയാണ് നമ്മളെ ഈ
പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ വിജയം. പടന്ന ഓരിമുക്കിൽ കാഞ്ഞങ്ങാട് ജില്ലാ ബ്ലഡ് ബാങ്ക് നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പിൽ മനോജിന്റെ ഭാര്യ നിഷയും മകൻ രോഹിത്തും രക്തം നൽകും. വീട്ടിൽ മരം മുറിക്കുന്നതിനിടയിൽ അപകടം പറ്റി ചികിത്സയിലായതിനാൽ അടുത്ത ക്യാമ്പിലെ മനോജിന് രക്തം ദാനം ചെയ്യാൻ കഴിയൂ എന്ന സങ്കടവുമുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യത്തോടെയുള്ള ലാബ് പ്രവർത്തനം തുടങ്ങി. ലാബിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 12 ലക്ഷം രൂപ ചെലവിട്ട് നിലവിലുള്ള ലാബിൽ ആധുനിക സൗകര്യമൊരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. പാലിയേറ്റീവിന്റെ സംവിധാനത്തിന് ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടു കൂടി 15 ലക്ഷം രൂപയാണ് പാലിയേറ്റീവ് സംവിധാനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഹോസ്പിറ്റൽ ജീവനക്കാരുടെ 3 ജീവനക്കാരുണ്ട് പഞ്ചായത്തിന്റെ. അവർക്ക് വേണ്ടിയുള്ള ശമ്പളത്തിന് 12 ലക്ഷം രൂപ തന്നെ നൽകേണ്ടി വരും. 12 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്നിന് വേണ്ടി മാത്രം 8 ലക്ഷം രൂപയാണ് അവരുടെ മരുന്നിന് വേണ്ടി പഞ്ചായത്ത് വിനിയോഗിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ, ജനപ്രതിനിധികളായ KV കാർത്യായനി, ഫായിസ് ബീരിച്ചേരി, M അബ്ദുൽ ഷുക്കൂർ, MK ഹാജി, KV രാധ, ആശുപത്രി വികസന സമിതി അംഗം AG ബഷീർ, DLO K സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. GHSS പാക്കം സ്കൂളിൽ 2024-25 അക്കാദമിക വർഷത്തിൽ വിവിധ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച വാട്ടർ പ്യൂരിഫയർ, സ്റ്റീം കുക്കർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. GHSS പാക്കം സ്കൂളിൽ 2024-25 അക്കാദമിക വർഷത്തിൽ വിവിധ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങും ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച RO വാട്ടർ പ്യൂരിഫയർ, സ്റ്റീം കുക്കർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിജയമാണ് കാസർഗോഡ് ജില്ല ഇപ്രാവശ്യം കരസ്ഥമാക്കിയത്. അതിന് ചുക്കാൻ പിടിച്ച DDAയും അതിലൊക്കെ തന്നെ ആ മത്സര പരീക്ഷകളിൽ പങ്കെടുത്തുകൊണ്ട് നല്ല വിജയം കരസ്ഥമാക്കിയ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ലൊരു മനുഷ്യനാവുക എന്നതാണ്. പുതിയ കാലത്ത് നമുക്ക് പറ്റാത്തത് നല്ലൊരു മനുഷ്യനാവാൻ ആണ്. PTA പ്രസിഡന്റ് V ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ മധുസൂദനൻ വിജയികൾക്കായുള്ള ഉപഹാര വിതരണം നടത്തി. ഹെഡ്മാസ്റ്റർ ശങ്കരൻ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ജയശ്രീ, വാർഡ് മെമ്പർ രാധിക TV, SMC ചെയർമാൻ T കുമാരൻ, PTA വൈസ് പ്രസിഡന്റ് രാമനാഥൻ, അധ്യാപകരായ P കുഞ്ഞിരാമൻ, പ്രിയേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പാൾ സനിൽകുമാർ TV സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജയശ്രീ PP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർക്കാടി അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ ബാങ്ക് സ്ഥാപക പ്രസിഡന്റ് സദാനന്ദ ഷെട്ടിയെയും സെക്രട്ടറി D ബൂബയെയും ആദരിച്ചു. വോർക്കാടി അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ കെട്ടിടം മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ബിസിനസ് എളുപ്പമാക്കുകയും സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണെന്ന് MLA പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കിന്റെ അകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തോ അതൊരു നമ്മളെ ബാങ്ക് എന്നുള്ള ഒരു തോന്നൽ, ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ നാഷണൽ ബാങ്കുകളെ ഞാൻ വിമർശിക്കുന്നതല്ല. MLA എന്ന നിലയ്ക്ക് പോലും പ്രയാസപ്പെടുന്ന ഒരു കാര്യം, SBIയുടെയോ കാനറ ബാങ്കിന്റെയോ ഒരു മാനേജർക്ക് വിളിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായും ഹിന്ദി അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ മാനേജർമാരും ഇപ്പോൾ വരുന്നത് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും വരുന്ന മാനേജർമാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി, ഇല്ലെങ്കിൽ ബിസിനസ് ലോണിന് വേണ്ടി മാനേജറെ കാണാൻ പോകുമ്പോൾ ഒരു ട്രാൻസ്ലേറ്ററേയും കൂടി കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ ബാങ്കുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കാസർഗോഡ് സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി, സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ്, മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി, വോക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ്, സഹകരണ സൊസൈറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ രവീന്ദ്ര എ, മുഹമ്മദ് സാലി കെ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കമലാക്ഷി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ വോർക്കാടി അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ സ്ഥാപക പ്രസിഡന്റ് സദാനന്ദ് ഷെട്ടിയെയും സ്ഥാപക സെക്രട്ടറി D ബൂബയെയും ആദരിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കൈനസ് ബ്ലഡ് ഡൊണേഷൻ ടീമിന്റെ സ്റ്റുഡൻസ് വിംഗ് അൽ ഖുബൈബയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തം നൽകൂ, പുഞ്ചിരി സമ്മാനിക്കൂ, നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാമെന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ രക്തദാനം നടത്തി. ദുബായ് ഹെൽത്തിന്റെ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലെ ബ്ലഡ് ബാങ്കിലേക്കായാണ് രക്തദാനം നടത്തിയത്. ദുബായിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 2 ഗ്രേഡ് മുതൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. രക്തം നൽകിയ മുഴുവൻ പേർക്കും സമ്മാനവും നൽകി. കൈനസ് ബ്ലഡ് ഡൊണേഷൻ ടീം ഹെഡ് അൻവർ ഷാദ് വയനാട്, ശിഹാബ് തെരുവത്ത്, സലാം കന്യപ്പാടി എന്നിവർ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. 2 മാസം കൂടുമ്പോൾ റെഗുലർ ഡോണർമാരായി ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തുന്ന ഫൈസൽ പട്ടേൽ തളങ്കര, ഹനീഫ് TR, വസീഫ്, ആനന്ദ്, മെഹദി എന്നിവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു. ഇസാസ് അഷ്റഫ്, ഇനം റഹ്മാൻ, ഐമാൻ അഹമ്മദ്, മുഹമ്മദ് ഹാഷിം, ഫാത്തിമ അൻവർ, റസ റഫീഖ്, സെനോബിയ ഫൈസൽ, സിനാൻ അബ്ദുള്ള, സൽമാൻ ഇബ്രാഹിം, മുഹമ്മദ് ഷാദ്, മുഹമ്മദ് ഷായാൻ, മുഹമ്മദ് ഷാസിൻ, ആദം മുഹമ്മദ് സാലി, ഹാദി നൈസാൻ, മുനീർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബളാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ AICC അംഗം M കുഞ്ഞിരാമൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവും ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ നേതാവുമായിരുന്ന M കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന DCC പ്രസിഡന്റ് PK ഫൈസൽ അനുസ്മരിച്ചു. ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടവും തമ്മിൽ നമ്മൾ രാഷ്ട്രീയത്തെ കൃത്യമായി താരതമ്യം അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ കൃത്യമായി നടത്തണം. ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സഹപ്രവർത്തകന്മാർ, അന്നത്തെ നേതാക്കൾ നടത്തിയ പ്രവർത്തനവും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി ശ്രീ കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഈ ചരമവാർഷിക ദിനത്തിൽ ഈ അനുസ്മരണ യോഗം നടക്കുമ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തണമെന്ന് ഞാൻ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട്? AICC മെമ്പർ, മുൻ ഉദുമ MLA, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ്, പനത്തടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കാസർഗോഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇദ്ദേഹം. M കുഞ്ഞിരാമൻ നമ്പ്യാരുടെ 14ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കോളിച്ചാൽ രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ ഖാദർ മങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ജമാഅത്ത് പ്രസിഡന്റ് തണ്ടുമ്മൽ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. സയ്യിദ് മുഹമ്മദ് ഷെഫീഖ് തങ്ങൾ ദാരിമി ചന്തേര കുട്ടികൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകി. NMJ അൽബിർ മാനേജ്മെന്റ് സമീർ ഉദ്ദിനൂർ സ്വാഗതം പറഞ്ഞു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് കുഞ്ഞി, ജമാഅത്ത് ട്രഷറർ PK കുഞ്ഞബ്ദുള്ള, മുസ്തഫ മൗലവി, KP അബൂബക്കർ, മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. SKSSF കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് സയ്യിദ് യാസിർ തങ്ങൾ ജമലുൽ ലൈലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പടന്നക്കാട് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് നാസിൻ തങ്ങൾ ജമലുൽ ലൈലി കുട്ടികൾക്കായുള്ള ബാഗ് വിതരണം ചെയ്തു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഠന ഉത്ഭവ കേന്ദ്രമായ വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഠന സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം VK റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വടക്കേ കോളയത്ത് കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. പഠന സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം VK റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് VK ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. VK സക്കറിയ മാസ്റ്റർ ആമുഖഭാഷണം നടത്തി. കുടുംബ കൂട്ടായ്മ സെക്രട്ടറി VKC മുഹമ്മദ് കുഞ്ഞി, VK റഫീഖ് അംബർ, റഷീദ് വെള്ളച്ചാൽ, VK മുഹമ്മദ് അലി ഹാജി, VK അബ്ദുള്ള ഹാജി, VK അഹമ്മദ്, VK അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. VK ഖാലിദ്, VKC ഇബ്രാഹിം, VK മജീദ്, VK അമീർ അലി എന്നിവർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം കണ്ണൂരിനെ 1-0 തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ പാലക്കാട് തൃശൂരിനെ 1-0 തോൽപ്പിച്ചു. മൂന്നാം മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് കോഴിക്കോടിനെ 4-1 തകർത്തു. മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച സംഭവം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KS ഗോപാലകൃഷ്ണൻ വിടവാങ്ങി. നഷ്ടമായത് കാസർഗോഡിന്റെ ഹൃദയമറിഞ്ഞ സാംസ്കാരിക പ്രവർത്തകന്. വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ട്രാവൽ അസോസിയേഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ V ദിനേശ് മരണപ്പെട്ടു. പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. രക്തഗ്രൂപ്പിന്റെ കാര്യത്തിലും രക്തദാനത്തിലും B പോസിറ്റീവ്. 35ാമത് രക്തദാനവും മുടക്കാതെ G വിനീഷ്. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യത്തോടെയുള്ള ലാബ് പ്രവർത്തനം തുടങ്ങി. VK ഭാവ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.